Welcome to BSc Main Physics, Semester 1, Paper 1, Mechanics and Properties of Matter. This is class number 48, Torsion Pendulum. Torsion Pendulum, BSc Main Physics, Unit for Elasticity, Paper 1, Mechanics and Properties of Matter. Torsion Pendulum, Application of Torsion, Application of Couple per Unit Twist, Application of Torsion Rigidity, Torsion Pendulum. The topic of discussion today is Torsion Pendulum. ഇപ്പോൾ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് ടോർഷൻ പെൻഡുലം. ഈ കാണുന്നതാണ് ടോർഷൻ പെൻഡുലം, പടത്തിൽ കാണുന്നതാണ്. ഈ ടോർഷൻ പെൻഡുലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു ഡിസ്ക്കാണ്, ഒരു മാസീവ് ഡിസ്ക്, ഒരു 250 ഗ്രാം തൂക്കം വരുന്ന ഒരു ബ്രാസ് ഡിസ്ക്കാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അതിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊരു സ്റ്റീൽ വയർ അല്ലെങ്കിൽ ഒരു ബ്രാസ് വയർ കൊണ്ട് സസ്പെൻഡ് ചെയ്യും. സി എന്ന് പറയുന്ന ചക്കിൽ നിന്ന് ബി എന്നുള്ള ചക്കിലേക്ക്, ചക്കെന്ന് പറഞ്ഞാൽ വയർ മുറുക്കാനുള്ള ഒരു ഡിവൈസ്, അതിലേക്ക് നമ്മളിങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണ്. സിയിൽ നിന്ന് അല്ലെങ്കിൽ എ എന്ന് പറയാം, താഴത്തെ എ ആണ്. എയിൽ നിന്ന് ബി വരെയുള്ള അകലത്തെ വിളിക്കുന്ന പേര് ലെങ്ത് ഓഫ് പെൻഡുലം. അപ്പോൾ സി ചക്കാണ്, ഡി ആണ് ഡിസ്ക്. ഒരു 250 ഗ്രാം തൂക്കം അതിലുണ്ടാകും. ഒരു വയർ, ഒരു സ്റ്റീൽ വയർ, ഒരു 40 സെൻറ്റിമീറ്റർ നീളം അല്ലെങ്കിൽ ഒരു 30 സെൻറ്റിമീറ്റർ നീളം ഉള്ള ഒരു സ്റ്റീൽ വയർ കൊണ്ടാണ് ഈ ഡിസ്ക് തൂക്കിയിടുക. ഇത് ടോർഷൻ ഓസിലേഷൻ നടത്തുന്നതാണ്. ടോർഷൻ ഓസിലേഷൻ ട്വിസ്റ്റ് ചെയ്യും, അല്ലാതെ മുന്നോട്ടും പുറകോട്ട് ആട്ടുകയില്ല. ക്ലാസ്സിൽ കയറാത്തവരൊക്കെ പ്രാക്ടിക്കലിന് ഇത് മുന്നോട്ടും പുറകോട്ട് ആട്ടുന്നത് കാണാം, സിമ്പിൾ പെൻഡുലം പോലെ. അങ്ങനെയല്ല, താഴെ ഇത് കറക്കിയിട്ട് വിടുകയാണ്. ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യും, എന്നിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഈ വയർ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ടോർഷൻ ഓസിലേഷൻ. ഡിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യും, വയർ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വയറിന് ടോർഷൻ ഉണ്ടാകും. അതാണ് ടോർഷൻ പെൻഡുലം. ഇവിടെ ടോർഷൻ റിജിഡിറ്റിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ടോർഷൻ പെൻഡുലം നോക്കുക, പടം വരയ്ക്കണം. ദ ടോർഷൻ പെൻഡുലം കൺസിസ്റ്റ് ഓഫ് എ ഹെവി ബ്രാസ് സർക്കുലർ ഡിസ്ക് ഡി സസ്പെൻഡ് ഫ്രം വൺ എൻഡ് ഓഫ് എ തിൻ യൂണിഫോം വയർ whose rigidity modulus is to be determined. The upper end of the wire is passed through a chuck and the chuck is tightened. അപ്പോൾ ടോർഷൻ പെൻഡുലത്തിൻ്റെ പടമാണ് വരച്ചിരിക്കുന്നത്. അത് ബ്രാസ് ഡിസ്കാണുള്ളത്. ഒരു വയർ കൊണ്ട് സസ്പെൻഡ് ചെയ്യും, 2 ചക്ക് സിയും അതുപോലെ തന്നെ ബിയിലും ഉണ്ട്. ആ വയറിൻ്റെ നീളം സ്റ്റീൽ വയർ, ആ സ്റ്റീൽ വയറിൻ്റെ അല്ലെങ്കിൽ ബ്രാസ് വയർ ആയിരിക്കും. അതിൻ്റെ റിജിഡിറ്റി മോഡുലസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് ടോർഷൻ ഓസിലേഷൻ നടത്തും. The length of the wire can be varied. Length മാറ്റാം നമുക്ക്. The disc is turned in the horizontal plane so as to twist the wire. When it is released, the system executes torsional oscillations about the wireless axis. അപ്പോൾ നമ്മൾ ഈ ഡിസ്കിനെ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് ടോർഷൻ ഓസിലേഷൻ നടത്തും. ആ വയർ ആക്സായി കരുതിക്കൊണ്ട് ആ വയർ ആക്സായിട്ട് വരുന്ന വണ്ണം ഈ ഡിസ്ക് ടോർഷണൽ ഓസിലേഷൻ നടത്തും. The torsion pendulum is suggested to have a suitable length, say 40 cm. 40 സെൻറ്റിമീറ്റർ നീളമുള്ള പെൻഡുലം അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ ലാബിൽ ഇത് കണ്ടാൽ മനസ്സിലാവും. സ്റ്റീൽ വയറിനത്തിൽ കോർത്ത് വെച്ചിട്ട് ആ ചക്ക് ടൈറ്റൻ ചെയ്താൽ മതി. 40 സെൻറ്റിമീറ്റർ. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 45 50 എടുക്കുക, അല്ലെങ്കിൽ 30 എടുക്കുക. ഇത് ഡിസ്ക് ഈസ് സ്ലൈറ്റ്ലി റൊട്ടേറ്റഡ് ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ലെറ്റ് ഫ്രീ. പതുക്കെ കറക്കിയിട്ട് റിലീസ് ചെയ്യുക. The pendulum executes torsional oscillations. The time for 20 oscillations. The time for 20 oscillations is found out and period T is calculated. ഇപ്പോൾ 20 ഓസിലേഷനെ നമുക്ക് ഒരു 40 സെക്കൻഡാണ് കിട്ടുന്നതെങ്കിൽ 40/20 അതാണ് പീരിയഡ് T. അങ്ങനെ പീരിയഡ് കണ്ടുപിടിക്കണം. Then L/T square is determined. L/T is ഒരു കാരണം. The MI of the circular disk is calculated by the equation I is mr²/2. അപ്പോൾ നമ്മളതിൻ്റെ ആ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഫ്രിക്ഷൻ കാരണം mr²/2 എന്നുള്ള ഫോർമുല. അതിൻ്റെ മാസാണ്. അത് നമ്മളൊരു ബിസ്ക്കറ്റ് ബാലൻസ് വെച്ച് കണ്ടുപിടിക്കുക. പിന്നെ 6 അതിൻ്റെ റേഡിയസ് ഒരു 100 ചുറ്റി വരയ്ക്ക് സ്കെയിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക.
8 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ വരുമായിരിക്കും അതിൻ്റെ റേഡിയസ്. അങ്ങനെ ഈ m²/2 വെച്ച് ഡിസ്കിൻ്റെ MI കണ്ടുപിടിക്കാം. where m is the mass of the disk and r its radius. Hence, rigidity modulus of the material of the wire can be calculated by the equation n is 8 pi IL r is for t square. അപ്പോൾ അങ്ങനെ നമ്മൾ എമ്മും അതുപോലെ L/T² കണ്ടുപിടിച്ചാൽ വയറിൻ്റെ റിജിഡിറ്റി മോഡുലസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് എഴുതിയിരിക്കുന്നത്. n is 8 pi IL by r is for t². I moment of inertia, L length of the wire, r radius of the wire. r radius അത് സ്ക്രൂ ഗേജാണ് കാണുന്നത്. r is the radius of the experimental wire that we measure using screw gauge. Into t², L/T² we have determined experimentally. And you remember the radius factor is raised to 4th power. So we have to calculate the radius very accurately. Any error in radius calculation will make the answer a greater change, a larger change in the n value. The radius is to be measured accurately, otherwise the value of n will be deviated from its original value. For greater accuracy, r must be accurate. And here there is a theory for torsion pendulum. The experimental part is over. Now we have to see the theory. How we get to the equation n is 8 pi IL r is for t². Let L be the length of the wire and r is the radius. Let n be the rigidity modulus of the material of the wire. When the pendulum oscillates, two couples act on it. They are deflecting couple and restoring couple. അപ്പോൾ നമ്മൾ ഈ പെൻഡിലം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ട്വിസ്റ്റ് ചെയ്തുപോലെ നിൽക്കുന്നില്ലല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അത് ഓസിലേറ്റ് ചെയ്യും. അതിന് കാരണം 2 കപ്പിൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. 2 കപ്പിൾ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കപ്പിൾ ഡിഫ്ലക്റ്റിംഗ് കപ്പിൾ എന്ന് പറയും, രണ്ടാമത്തെ കപ്പിളിനെ വിളിക്കുന്ന പേരാ റെസ്റ്റോറിംഗ് കപ്പിൾ. ഇക്വിലിബ്രിയത്തിൽ ഈ 2 കപ്പിളും തുല്യമായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. When the pendulum executes torsional oscillations, 2 couples act on it. One is called deflecting couple and other is called restoring couple. At equilibrium, the 2 couples are equal and opposite. And we write the couples separately. Deflecting couple equal I alpha. You know, tau is I alpha. There is a relation like that. Tau is I alpha. So I alpha I into d² theta by dt². The angular acceleration is written as d² theta by dt². Restoring couple is equal to c theta that we have seen just above. Where c is the couple per unit twist. In the previous class, we have seen tau is theta. The 2 couples are equal and opposite at equilibrium. Therefore, equate the 2. I into d² theta by dt² is minus c theta. Minus sign shows the 2 couples are opposite. You divide by I d² theta by dt². You write dt². Is equal to minus c by I theta. That is d² theta by dt² plus c by I theta is 0. When we take the minus term in the RHS to the left side, we get a d² theta by dt² plus c by I theta equal to 0. And what is the speciality of this equation? It is an equation for harmonic motion. Put c by I is equal to omega square. That is omega is root of c by I. Therefore, d² theta by dt² is plus omega square theta is 0. You remember, omega is root of c by I. This is an equation for simple harmonic motion. Therefore, oscillations of torsion pendulum is simple harmonic. Period t is 2 pi by omega. Period കാണുന്നത് അങ്ങനെയാണല്ലോ. That is t is equal to 2 pi by root of c by I. Omega is root of c by I. That is t is 2 pi root of I by c.
Equation number 1, squaring t square is 4 pi square into I by c. Ct square is 4 pi square I. Put the value of c. C is the coupled per unit twist. That we put pi n r is to 4 by 12 into t square is 4 pi square I. We have written in the right margin, since c is pi n r is to 4 by 12. We have seen in the previous class the value of c. C is called a coupled per unit twist or torsional rigidity. And on cross multiplication, we get n is equal to n is 8 pi IL r is to 4 t square. And here I is mr square by 2. So we can find the rigidity modulus of the material of the wire using torsion pendulum by the equation n is equal to 8 pi IL r is to 4 t square, where I is mr square by 2. So when we do this experiment, we have to draw the tabulation of screw edge also to find the radius accurately. And this is the essay question, very important question. Describe with the necessary theory. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് പരീക്ഷയ്ക്ക്. Describe with the necessary theory the torsion pendulum to determine rigidity modulus of the material of the wire. Describe with the theory the torsion pendulum to determine the rigidity modulus of the material of the wire. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഫോർമുല ഇതാണ്. n is 8 pi IL r is to 4 t square. ഇത് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് വെച്ചുള്ള ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ torsion pendulum is an essay question. Here we have to apply the expression for coupled per unit twist and also equation for simple harmonic motion. You remember this formula. This formula is very important. The rigidity modulus using torsion pendulum is calculated by the equation n is 8 pi IL r is to 4 t square. That is all with your 48th lecture on mechanics and properties of matter paper. Thank you very much.